നടൻ കലാഭവൻ മണിയെ നിറത്തിന്റെ പേരിൽ അപമാനിച്ചുവെന്ന് ആരോപിച്ച് നടി ദിവ്യ ഉണ്ണിക്കെതിരെ വർഷങ്ങളായി നിലനിന്നിരുന്ന വിവാദങ്ങൾക്ക് വിരാമമിട്ട് സംവിധായകൻ വിനയൻ. കലാഭവൻ മണിയെ അപമാനിച്ച നായിക ദിവ്യ ഉണ്ണി അല്ലെന്ന് വിനയൻ തുറന്നു പറഞ്ഞു. വിവാദത്തിന് ആസ്പദമായ സംഭവം നടന്നത് കല്യാണ സൗഗന്ധികം എന്ന സിനിമയുടെ സെറ്റിലല്ലെന്നും വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നു യഥാർത്ഥ സംഭവമെന്നും നടി ദിവ്യ ഉണ്ണി അല്ലെന്നും വിനയൻ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. വിനയൻ സംവിധാനം ചെയ്ത കല്യാണ സൗഗന്ധികം എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടാണ് ദിവ്യ ഉണ്ണിക്കെതിരെ ഈ ആരോപണം ഉയർന്നത്. മണിയുടെ നായികയായി അഭിനയിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ദിവ്യ ഉണ്ണി പറഞ്ഞതായി വ്യാപകമായി വാർത്തകൾ പ്രചരിക്കുകയും നടിക്ക് നേരെ വലിയ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ സംവിധായകൻ വിനയൻ തന്നെ സത്യം വെളിപ്പെടുത്തി രംഗത്തെത്തിയത്. അത് ഈ സിനിമയല്ല, വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് പ്രശസ്തയായ ഒരു നടി അങ്ങനെ പറഞ്ഞത്. ആ നായിക നടിയുടെ പേര് ഞാൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല. കല്യാണ സൗഗന്ധികത്തിൽ മണിയുമായി ലവ് സീനുള്ള ഒരു പാട്ടാണ് എടുക്കാൻ പോകുന്നതെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞപ്പോൾ മണിച്ചേട്ടന്റെ കൂടെ ഞാനില്ല, എന്റെ ഹീറോ ദിലീപ് ചേട്ടനാണ് എന്ന് ദിവ്യ പറഞ്ഞതിനെപ്പറ്റി മണി ഒരു ഇന്റർവ്യൂവിൽ തമാശ രൂപേണ അവതരിപ്പിച്ചിരുന്നു. അത് ശരിയുമായിരുന്നു. ദിലീപിന്റെ നായികയാകാൻ ആദ്യമായി സിനിമയിലേക്ക് വന്ന ഒരു 14-കാരിയുടെ സ്വപ്നം നിറഞ്ഞ ആകാംക്ഷയെ മാത്രമേ അതിനെ കണ്ടിട്ടുള്ളൂ. കാര്യം പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ദിവ്യ അത് ചെയ്യുകയും ചെയ്തു. കലാഭവൻ മണി കല്യാണ സൗഗന്ധികത്തിൽ ഉണ്ടായ കാര്യം പറഞ്ഞതും വാസന്തി ലക്ഷ്മിയും എന്ന സിനിമയിലേക്ക് നായിക അന്വേഷിച്ചപ്പോൾ തനിക്കുണ്ടായ അനുഭവം പറഞ്ഞതും കൂട്ടിച്ചേർത്ത് ചിലർ എഴുതിയപ്പോൾ ദിവ്യയിലേക്ക് ആ ആരോപണം മുഴുവൻ വന്നു. വാസന്തിയിൽ അഭിനയിക്കാൻ ബുദ്ധിമുട്ട് പറഞ്ഞ നടി ഒരിക്കലും ദിവ്യ ഉണ്ണിയല്ല. ദിവ്യയോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന സിനിമയിൽ മണിയെ നിരാകരിച്ച നടിയുടെ വിഷയം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും പലരും പറയുന്ന ഒരു കാര്യത്തിന്റെ സത്യം എല്ലാവരും അറിയുവാൻ വേണ്ടിയാണ് ഇത് ഇത്രയും എഴുതിയത് എന്നും വിനയൻ കുറിച്ചു. വർഷങ്ങൾ പഴക്കമുള്ള ഈ വിവാദത്തെക്കുറിച്ച് നടി ദിവ്യ ഉണ്ണിയും മുമ്പ് പ്രതികരിച്ചിരുന്നു. മണിച്ചേട്ടനും എനിക്കും ഇതിന്റെ സത്യാവസ്ഥ അറിയാം. ഞാനും മണിച്ചേട്ടനും ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചവരാണ്. അതിനോട് പ്രതികരിക്കുന്നത് തന്നെ മണിച്ചേട്ടനോടുള്ള അനാദരവാകും എന്നാണ് അന്ന് ദിവ്യ ഉണ്ണി പറഞ്ഞിരുന്നത്. ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നവർ മറുപടി അർഹിക്കുന്നില്ല എന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു. തന്നോടൊപ്പം അഭിനയിക്കില്ല എന്ന് പറഞ്ഞ നടി ദിവ്യ ഉണ്ണി അല്ല എന്ന് കലാഭവൻ മണി തന്നെ മുമ്പ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. സമൂഹ മാധ്യമത്തിൽ വന്ന ഈ പോസ്റ്റിന് കമന്റുമായി നിരവധി പേരാണ് എത്തുന്നത്. വിനയന്റെ ഇപ്പോഴത്തെ തുറന്നു പറച്ചിൽ നിരപരാധിയായ ദിവ്യ ഉണ്ണിക്കെതിരെ വർഷങ്ങളായി നിലനിന്നിരുന്ന തെറ്റിദ്ധാരണകൾക്ക് അറുതി വരുമെന്നാണ് ആരാധകരുടെ കമന്റുകൾ.